ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ഇവിടെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കി അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഇനി 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് 10 സെക്കൻഡ് നേരം ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത്, പകുതി ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടി ചേർത്ത് 1-2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഒരു 10-15 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇളക്കുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.